ഇത് 2000 ലിറ്ററിൻ്റെ സെറ്റിൽമെൻറ്റ് ടാങ്ക്. ഇതിലേക്കാണ് ബോർവെല്ലിലെ വെള്ളം വരുന്നത്. ബോർവെല്ലിലെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇതിനകത്തേക്ക് വരുമ്പോൾ തന്നെ ഇതിൽ ക്ലോറിൻ ഡോസിങ് ചെയ്ത് കൊടുക്കും. ക്ലോറിൻ ഡോസിങ്, ക്ലോറിൻ്റെ ടാങ്ക് അപ്പുറത്തുണ്ട്. ഇത് ക്ലോറിൻ ഡോസിങ്, ഇത് ക്ലോറിൻ ടാങ്ക്. ഈ ടാങ്കിൽ 100 ലിറ്ററിന് 2 ലിറ്റർ എന്നുള്ള കണക്കിനാണ് ക്ലോറിൻ ഒഴിക്കുക. അത് ഇതുവഴിക്ക് ക്ലോറിൻ ഒഴിക്കുക, ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഈ വെള്ളം തീർന്ന് ഏതാണ്ട് അര ഭാഗത്തുനിന്ന് താഴോട്ട് എത്തുമ്പോൾ ഇത് ടോപ്പ് അപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഈ ടാങ്കിൽ നിന്ന് വെള്ളം അടിക്കുന്നതാണ് ഈ മോട്ടർ വഴി. ഈ ടാങ്കിൻ്റെ അടിഭാഗത്തുനിന്ന് വെള്ളം എടുത്തിട്ട് ഈ മോട്ടർ വഴി അടിച്ചിട്ടാണ് ഈ മോട്ടർ വഴി ഫിൽറ്റർ വഴി ആദ്യം ഇതിലേക്ക് ഇടും. ഇത് മൾട്ടിമീഡിയ ഫിൽറ്റർ. ഇതിൻ്റെ അയണ് പോക്കും, സ്മെല്ല് പോവും, പിന്നെ വെള്ളത്തിൻ്റെ കലക്കും പോവും. അത് കഴിഞ്ഞൊക്കെ ക്ലിയറാക്കി കഴിഞ്ഞിട്ട് ഇത് പിന്നെ സോഫ്റ്റ്നർ ഫിൽറ്റർ. ഇത് വെള്ളത്തിൻ്റെ കട്ടിപ്പ് പോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഔട്ടാകുന്ന നേരെ ടാങ്ക് 1 ടാങ്ക് 2 പോകുന്നു. അപ്പോൾ ഇത് പിന്നെ ഉപ്പ് ബ്രൈൻ മിക്സ് എന്നാണ് പറയുക. ഉപ്പ് നിറച്ചിട്ടുള്ള വെള്ളമാണ് ഇത്. 15 മണിക്കൂർ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപ്പ് വെള്ളം ഇതിനകത്തേക്ക് കയറി പോയിട്ട് ഇതിന് റീജനറേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ നടക്കുക. അതൊക്കെ ഓട്ടോമാറ്റിക് നടക്കും. അതുപോലെ 10 മണിക്കൂർ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഓട്ടോമാറ്റിക് പിന്നെ ബാക്ക് വാഷ് മോഡിലേക്ക് പോയിട്ട് അതെല്ലാം വെള്ളം കഴുകി വൃത്തിയാക്കി 10 മണിക്കൂർ കൂടുമ്പോൾ ഇത് 15 മണിക്കൂർ കൂടുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യും. നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ക്ലോറിൻ്റെ വെള്ളം തീരുന്നതിനനുസരിച്ച് 2 ലിറ്റർ ക്ലോറിൻ്റെ 100 ലിറ്റർ വെള്ളം എന്നുള്ള അനുപാതത്തിൽ ഇത് ഫില്ലാക്കി കൊടുക്കുക. ഇത് പൊന്തിച്ച് നോക്കിയിട്ട് ഉപ്പ് വെള്ളം അടിയിൽ ഉപ്പ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 5 പാക്കറ്റ് ഉപ്പ് പൊട്ടിച്ച് അതിൻ്റെ അകത്തിട്ട് അത് മാസത്തിൽ ചിലപ്പോൾ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉപയോഗം പോലെയാണ്, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഓണാക്കി കാണിക്കാം. ഇത് മോട്ടറിൻ്റെ കൺട്രോളർ. മോട്ടറിലേക്ക് സപ്ലൈ വരുന്ന മെയിൻ ഇതിലാണ്. ഇതൊന്ന് ഓണാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിന്നെ ഫ്ലോട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇതിന് എക്സ്ട്രാ കോണ്ടാക്ട് വെച്ചതാണ് മോട്ടറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇത് ഓണാക്കുമ്പോൾ അതിൽ വെള്ളം ഇല്ലെങ്കിൽ മാത്രം ഇത് ഓണായിട്ട് പിന്നെ ബോർവെൽ ഓണാവും. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഓഫാവും. ഈ ടാങ്കിൽ വെള്ളമുണ്ട് ആവശ്യത്തിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം ഇതാണ് ഇവിടെ ഫിൽറ്ററിൻ്റെ യൂണിറ്റ് ഉള്ളത്. ഈ മോട്ടറും ബാക്കിയുള്ള സംഗതികളും വർക്ക് ചെയ്യുന്നത്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നേരെ കൺട്രോളർ. ഇത് മോട്ടറിൻ്റെ എല്ലാ കൺട്രോളും, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ലോ വാട്ടർ കൺട്രോൾ, ഹൈ വാട്ടർ കൺട്രോൾ എല്ലാം നോക്കുന്നു. ഈ കൺട്രോളർ വഴിയാണ് ഈ രണ്ടും പിന്നെ ഓട്ടോ LTV കൺട്രോൾ ആവുന്നത്. അതിപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഈ മോട്ടർ താൻ ഓണായിക്കോളും. മുകളിലെ 2 ടാങ്കിൽ ഏതെങ്കിലും ഒരു ടാങ്കിൽ വെള്ളം കുറവാണെങ്കിൽ ഇത് ഓണായിട്ട് എല്ലാ പരിപാടിയും നടക്കും. 10 മണിക്കൂർ ഇത് ഓടും, ബാക്ക് വാഷിന് പോകും. 15 മണിക്കൂർ ഇത് ഓടും, റീജനറേഷന് പോകും. അത്ര വേണം. പിന്നെ ഇതില്ലെങ്കിൽ ഉപ്പിൻ്റെ വെള്ളം വലിച്ചു കഴിഞ്ഞാൽ അടുത്ത പിന്നെ ടാങ്കിലേക്ക് വെള്ളം പോകുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നേരെ വെള്ളം ഇതിനകത്ത് വന്ന് നിറഞ്ഞോളൂ, ഓട്ടോമാറ്റിക് നിറഞ്ഞോളൂ. നമ്മൾ ഉപ്പിട്ടാൽ മാത്രം മതി. ഇതിലേക്ക് വെള്ളം ഓട്ടോമാറ്റിക് നിറയില്ല. കാരണം ഓട്ടോമാറ്റിക് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോറിൻ്റെ പവർ കുറഞ്ഞു പോകും. ഇത് നമ്മൾ ഉപ്പ് കൊണ്ടുപോയിടുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെ നിറച്ചു കൊടുക്കുക. 2 ലിറ്റർ ക്ലോറിന് ഒഴിക്കുക. എപ്പോഴും ക്ലോറിൻ ഒഴിക്കുന്നതിൻ്റെ മുമ്പ് വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. വെള്ളം ഒഴിച്ചിട്ട് ക്ലോറിൻ വെള്ളത്തിന് എന്നാൽ ക്ലോറിൻ അടിയിൽ ചെന്നിട്ട് ഇതിൻ്റെ ട്യൂബ് നശിച്ചു ആദ്യം പ്ലാസ്റ്റിക്